ചരിത്രത്തിലെ ഏറ്റവും വലിയ കൃത്യതയോടെ നടത്തിയ ഒരു മിലിറ്ററി ഓപ്പറേഷൻ എന്ന നിലയിൽ ഓപ്പറേഷൻ സിന്ദൂർ രേഖപ്പെടുത്തുകയാണ്. വലിയ ജനവാസ മേഖലകളിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഭീകരതാവളങ്ങളെ കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കുന്ന വൈഭവം കണ്ട് ലോകം അമ്പരന്ന് പോയി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. അത്ര കൃത്യമായിരുന്നു ഇന്ത്യയുടെ ഓരോ നീക്കവും ആക്രമണവും. ഇതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നത് ബഹിരാകാശത്തുള്ള ചാരോപഗ്രഹങ്ങളാണ്. 100 കണക്കിന് കിലോമീറ്റർ മുകളിലൂടെ മണിക്കൂറിൽ 28,000 കിലോമീറ്ററോളം വേഗതയിൽ പാഞ്ഞു പോകുന്നതിനിടയിലാണ് ഈ ആകാശദൂതന്മാർ ശത്രുവിൻ്റെ ഓരോ നീക്കവും ഒപ്പിയെടുക്കുക. അപാരമായ സാങ്കേതിക വൈഭവം വേണ്ട മേഖലയാണിത്. നമുക്കിന്ന് ഈ വിഷയം സംസാരിക്കാം. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ നൽകി വരുന്ന നിർലോഭമായ പിന്തുണ ഈ ചാനലിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം അത്രയേറെ വിലപ്പെട്ടതാണ്. അതെല്ലാം തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. 50കളുടെ അവസാനം തന്നെ ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനത്തിൻ്റെ സാധ്യതകളും ഇരു വൻശക്തികൾ ആരംഭിച്ചിരുന്നു. കൊറോണ പ്രോഗ്രാം എന്നായിരുന്നു അമേരിക്കയുടെ ഈ പദ്ധതിയുടെ പേര്. ഇതിൽപ്പെട്ട ഡിസ്കവർ എന്ന ഉപഗ്രഹമാണ് ആദ്യ ചാരോപഗ്രഹമായി കണക്കാക്കപ്പെടുന്നത്. ഇതുപയോഗിച്ച് സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട പല സൈനിക താവളങ്ങളുടെയും ചിത്രങ്ങൾ അവർ പകർത്തിയിരുന്നു. പിന്നീട് 1970കളൊക്കെ ആയപ്പോഴേക്കും ഇരു രാജ്യങ്ങളും 100 കണക്കിന് ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ബഹിരാകാശം ആരുടെയും സ്വന്തമല്ലാത്തതുകൊണ്ട് വിമാനങ്ങളെ വിലക്കുന്നത് പോലെ ഉപഗ്രഹങ്ങളെ വിലക്കാനാവില്ല. അതുകൊണ്ട് തന്നെ റീകണൈസൻസ് സാറ്റലൈറ്റ് എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹങ്ങൾക്ക് തന്ത്രപരമായ ഒരുപാട് പ്രാധാന്യമുണ്ട്. 100 മുതൽ 500 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭ്രമണപഥങ്ങളിലാണ് ഇവ സഞ്ചരിക്കുക. സൂക്ഷ്മമായ ചിത്രങ്ങൾ പകർത്താനുള്ളതുകൊണ്ട് കഴിയുന്നതും ഭൂമിയോടടുത്തുള്ള ഓർബിറ്റിലൂടെയാവും ഇവ പോവുക. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഭൂമിയോടടുത്തുള്ള ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങളുടെ വേഗം വളരെ കൂടുതലാണ്. ഏതാണ്ട് മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വരെ. ഈ ഉയർന്ന വേഗതയിൽ ഒരു പ്രദേശത്തിന് മുകളിലൂടെ ഉപഗ്രഹം വളരെ വേഗം കടന്നു പോകും. അതിനിടയിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതു മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രധാനമായും 6 ദൗത്യങ്ങളാണ് ഇവ നിർവഹിക്കുക. ഹൈ റെസല്യൂഷൻ ഫോട്ടോഗ്രാഫി, മെഷർമെൻ്റ് ആൻഡ് സിഗ്നേച്ചർ ഇൻ്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ ഹാക്കിംഗ്, അതേപോലെ തന്നെ എവിടെയെങ്കിലും മിസൈൽ ലോഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, ന്യൂക്ലിയർ ടെസ്റ്റുകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ കണ്ടെത്തുക. ഇങ്ങനെ കുറേ ദൗത്യങ്ങളാണ് പൊതുവെ ചാരോപഗ്രഹങ്ങൾക്കുണ്ടാവുക. ഈ ഹൈ റെസല്യൂഷൻ ഫോട്ടോഗ്രാഫി എന്തെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണത്. പക്ഷേ പലരും കരുതുന്നത് പോലെ ബഹിരാകാശത്ത് നിന്നുള്ള ഒരു ലൈവ് ടെലികാസ്റ്റ് ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇത്രയും ഉയരത്തിൽ നിന്ന് ഭൂമിയിൽ കിടക്കുന്ന ചെറിയ സാധനങ്ങളുടെ വരെ വിശദമായുള്ള ഫോട്ടോ എടുക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഒരു പ്രാവശ്യം കടന്നു പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോ വീണ്ടും കടന്നു പോകുമ്പോൾ എടുക്കുന്നതുമായി താരതമ്യം ചെയ്താണ് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ എന്നൊക്കെ വിലയിരുത്തുന്നത്. എന്നിട്ടാണ് അതിൻ്റേതായ നിഗമനങ്ങളിൽ എത്തുന്നത്. ഇപ്പം കെട്ടിടങ്ങൾ പണിയുക, പുതിയ വാഹനങ്ങൾ പെട്ടെന്നൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക എന്നിവയൊക്കെ അവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ്. അത് ഏത് തരത്തിലുള്ള കെട്ടിടങ്ങളാണ്, ഏത് തരത്തിലുള്ള വാഹനങ്ങളാണ് പോകുന്നത് എന്നൊക്കെ നോക്കി വിലയിരുത്തി മനസ്സിലാക്കിയാണ് അതെന്തിനായിരിക്കാം, ഇനി അവിടെ വല്ല ആണവ സ്ഫോടനം നടത്താൻ പോകുന്നോ, അതിനുള്ള മെറ്റീരിയലുകൾ കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ നിഗമനങ്ങളിൽ എത്തുന്നത്. അതൊക്കെ അതിൻ്റെ സൂചനകളായിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെയൊരു സാധ്യത മുകളിൽ കൂടെ ഉപഗ്രഹങ്ങൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മുകളിൽ മറകൾ സൃഷ്ടിക്കുക, ഭൂമിക്കടിയിൽ മാത്രം നടത്തുക, കാമോഫ്ലേജസ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്യാമറകൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ആകാശം മേഘാവൃതമാണെങ്കിൽ ക്യാമറകൾക്ക് നേരിട്ട് കാണാൻ പ്രയാസമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിമിതികൾ ക്യാമറകൾക്കുണ്ടെങ്കിലും ഈ ക്യാമറകൾ തന്നെയാണ് ഒരു ചാരോപഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണ ഉപാധി എന്നത്. ഇങ്ങനെ ക്യാമറകളുടെ പരിമിതികൾ
മറികടക്കാൻ വേണ്ടിയാണ് ഈ ഹീറ്റ് സിഗ്നേച്ചർ മെഷർമെൻറ്റ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ഹീറ്റ് സിഗ്നേച്ചർ? ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ചൂടുണ്ടാകും, ഇല്ലേ? നമ്മുടെ മനുഷ്യ ശരീരം പ്രവർത്തിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ശരീരത്തിന് ചൂടുണ്ടാകുന്നുണ്ട്. എത്രയാണ് മനുഷ്യ ശരീരത്തിൻ്റെ ചൂട്? 37 ഡിഗ്രി. ഈ ചൂട് ചുറ്റുപാടിൽ പ്രതിഫലിക്കും. അതാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ഹീറ്റ് സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റൂമിലൊരു ഫാൻ പ്രവർത്തിക്കുന്നു, അവിടെ ഒരു ഹീറ്റ് സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. AC പ്രവർത്തിക്കുന്നു, അതിന് വേറൊരു ഹീറ്റ് സിഗ്നേച്ചർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നായ ഓടിപ്പോകുന്നു, അവിടെ അപ്പോൾ ഒരു ഹീറ്റ് സിഗ്നേച്ചർ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രവർത്തനത്തിനും ഒരു ഹീറ്റ് സിഗ്നേച്ചർ ഉണ്ടാകുന്നുണ്ട്. അത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. നമ്മുടെ ഈ വിരലടയാളം പോലെയാണ് ഓരോ ജീവിക്കും ഓരോ പ്രവർത്തനത്തിനുമുള്ള ഹീറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ആ ഹീറ്റ് സിഗ്നേച്ചർ പിടിച്ചെടുത്ത് അതിനെ അനലൈസ് ചെയ്താൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഉപഗ്രഹങ്ങൾ ഹീറ്റ് സിഗ്നേച്ചറുകൾ പിടിച്ചെടുക്കുന്നത്? ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ഇങ്ങനെ ഭൂമിയെ ഒരു പ്രദേശം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സ്കാൻ ചെയ്ത് അവിടെ നിന്ന് തട്ടി തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ അതിൽ തന്നെ റഡാറുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ റഡാർ അതിനുള്ള അനലൈസിങ് സിസ്റ്റംസ് അതിലുണ്ടാകും. അങ്ങനെ തിരിച്ചു വരുന്ന ആ സിഗ്നലുകളിൽ ആ പ്രദേശത്തിൻ്റെ ഹീറ്റ് സിഗ്നേച്ചറും ഉണ്ടാകും. ആ ഹീറ്റ് സിഗ്നേച്ചറുകൾ അനലൈസ് ചെയ്താൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയും. അപ്പോൾ ഒരു പ്രദേശത്ത് ഇപ്പം മുഴുവൻ മറച്ചിരിക്കുകയാണ്, വലിയ കൂടാരങ്ങൾ കെട്ടി മറച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊരു 100 പട്ടാളക്കാരുണ്ട്. അങ്ങനെയുള്ള ആ 100 പട്ടാളക്കാർ, ആ 100 മനുഷ്യർ പുറപ്പെടുവിക്കുന്ന ഒരു ഹീറ്റ് സിഗ്നേച്ചറുണ്ട്. ആ ഹീറ്റ് സിഗ്നേച്ചർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് കിട്ടിയില്ലെങ്കിലും അവിടെയുള്ള ആൾക്കാരുടെ എണ്ണവും സ്വഭാവവും കൃത്യമായിട്ട് ലഭിക്കും. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ആ ആയുധങ്ങൾക്കൊരു സിഗ്നേച്ചറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിലുണ്ടാവുക എന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഈ ഹീറ്റ് സിഗ്നേച്ചർ അനാലിസിസ് എന്നുള്ളത് ഈ ചാര ഉപഗ്രഹങ്ങളുടെ സ്പൈസ് സാറ്റലൈറ്റുകളുടെ സുപ്രധാനമായ അതുപോലെ മറ്റൊന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ അനാലിസിസ്. ഈ ആധുനിക കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാത്തവരുണ്ടാവില്ലല്ലോ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായല്ലേ പറ്റുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷനും ഇതേപോലെയുള്ള സിഗ്നേച്ചറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ പിടിച്ചെടുത്ത് അതെന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്താണ് ഇത് എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കി അത് എന്തിനായിരുന്നു, എന്തായിരിക്കാം എന്നൊക്കെ വിലയിരുത്തുന്നത്. നാം കേട്ടിട്ടുണ്ട് വിഖ്യാതമായ ബിൻ ലാദൻ വേട്ട. ഈ ബിൻ ലാദൻ വേട്ടയിൽ അമേരിക്ക അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൻ ലാദനും അയാളുടെ സംഘവും ഒരു തരത്തിലുള്ള ആധുനിക കമ്മ്യൂണിക്കേഷനും ഉപയോഗിച്ചിട്ടില്ല. അവർ വാക്കി ടോക്കികളോ വയർലെസ് സെറ്റുകളോ മൊബൈൽ ഫോണോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ സിഗ്നേച്ചറുകൾ അവിടെ നിന്ന് കിട്ടാനും പ്രയാസമാണ്. അതേസമയം ഒരു സിഗ്നൽ കിട്ടിയാൽ അതിനെ പിടിച്ച് അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെയൊന്ന് അയാൾ പതിറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അയാളെ വേട്ടയാടി പിടിക്കുന്നതിൽ അവർക്ക് ഒരുപാട് കാലതാമസം വന്നതും ഒരുപാട് ബുദ്ധിമുട്ടിയതും. ഈ പറഞ്ഞ രീതികൾ ഉപയോഗിച്ചാണ് ഏതെങ്കിലും രാജ്യങ്ങൾ ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്താൻ പോകുന്നുണ്ടോ, മിസൈൽ വിക്ഷേപണം നടത്താൻ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ വളരെ നാളത്തെ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകൾ വേണം. വലിയ ഷാഫ്റ്റുകൾ കുഴിക്കണം, വലിയ വലിയ ഉപകരണങ്ങൾ അവിടേക്ക് കൊണ്ടുവരണം, 100 കണക്കിന് വാഹനങ്ങൾ വേണം, ഒരുപാട് മനുഷ്യരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നാൽ അവിടുത്തെ ഹീറ്റ് സിഗ്നേച്ചറും ഈ ഫോട്ടോകളും വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇതെന്തിനാണ് എന്ന് ഉപഗ്രഹത്തിനും അതിനെ അനലൈസ് ചെയ്യുന്നവർക്കും മനസ്സിലാകും. അങ്ങനെയാണ് ഓരോ നിഗമനങ്ങളിൽ ഇപ്പം നോർത്ത് കൊറിയ ന്യൂക്ലിയർ ടെസ്റ്റിന് തയ്യാറെടുത്തപ്പോൾ അവർ കണ്ടുപിടിച്ചത് പണ്ട് 1995 ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താനായിട്ട് തയ്യാറെടുത്തപ്പോൾ അമേരിക്ക കണ്ടെത്തിയത് ഒക്കെ അങ്ങനെയാണ്. ഇതിനെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പൊഖ്രാനിൽ 1998 ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് എന്നത് വേറെ കാര്യം. അതിനെ കണ്ണുവെട്ടിച്ചല്ല, കബളിപ്പിക്കുകയായിരുന്നു ചെയ്തത്.
അങ്ങനെ കബളിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ, അല്ലാതെ ഈ ചാരോപഗ്രഹങ്ങളുടെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല. പക്ഷേ ഇതുകൊണ്ട് മാത്രമൊന്നും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയതുപോലെയുള്ള പ്രിസിഷൻ സ്ട്രൈക്കുകൾ നടത്താൻ കഴിയില്ല. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന മാനുവലായി ലഭിക്കുന്ന ഇൻ്റലിജൻസ്, ഇവിടെയെല്ലാം അതാത് രാജ്യങ്ങളുടെ ചാരന്മാരുണ്ടാകും, അവർക്ക് സോഴ്സ് ഉണ്ടാകും. ആ സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നഗരത്തിൽ ഒരു കെട്ടിടത്തിൽ കുറേ ഭീകരപ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു എന്ന വിവരം അവിടെയുള്ള മനുഷ്യർക്ക്, നമ്മുടെ ചാരന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ രാജ്യത്തിനത് കൈമാറും. കൃത്യമായിട്ട് ആ വിവരം, ആ പ്രദേശത്തിൻ്റെ മാപ്പ് ഉപഗ്രഹം അനലൈസ് ചെയ്യും. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നോക്കി കൃത്യമായി ലൊക്കേഷൻ മനസ്സിലാക്കും. അവിടുത്തെ ഹീറ്റ് സിഗ്നേച്ചർ അനലൈസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എത്ര ഭീകരരുണ്ട്, അവരുടെ കയ്യിൽ എത്ര ആയുധങ്ങളുണ്ട് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കും. അതിനുശേഷമാണ് അവിടേക്ക് ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നത്. ആക്രമണം നടത്തേണ്ട മിസൈൽ അല്ലെങ്കിൽ വിമാനം അതിലേക്ക് ഈ വിവരങ്ങൾ കൊടുക്കും. ആ വിവരങ്ങളും ഉപഗ്രഹവുമായി ഒത്തുനോക്കി കൃത്യമായി ഉപഗ്രഹം അവരെ അവിടേക്ക് നയിച്ച് ഉടനീളം ട്രാക്ക് ചെയ്ത് ആണ് ഇത്ര കൃത്യമായ രീതിയിൽ ആക്രമണ ലക്ഷ്യങ്ങൾ തകർക്കുന്നത്. നമ്മൾ കണ്ടതാണ് എത്ര വലിയ ജനവാസ മേഖലകളിലാണ് കൃത്യമായി ഓരോ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയത് എന്ന്. ഈ കൃത്യത, ഇതിൻ്റെ പിറകിൽ ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്, ഇതെല്ലാം സാധിക്കുന്നത്. അതുമല്ല, ഈ ഉപഗ്രഹം പറഞ്ഞല്ലോ വളരെ വേഗം ഒരു പ്രദേശത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകും. പിന്നീട് ഒരു പ്രാവശ്യം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടേ വരാൻ കഴിയുള്ളൂ. ആ കടന്നു പോകുന്ന കൃത്യമായ സമയത്തിൽ തന്നെ വേണം ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള ഗൈഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ അറ്റാക്ക് നടത്താനും. അപ്പം വളരെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. അതിനുള്ളിൽ എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായി ചെയ്യണം. ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ടെക്നിക്കൽ ബ്രില്യൻസും കൃത്യതയും ഇതിനാവശ്യമാണ് എന്ന്. ഏറെക്കാലത്തെ കഠിനാധ്വാനം കൊണ്ടും അനുഭവം കൊണ്ടും മാത്രമേ ഇത് ആർജിക്കാൻ കഴിയുകയുള്ളൂ. കാർട്ടോസാറ്റ്, റിസാറ്റ്, എമിസാറ്റ് എന്നീ സീരീസിലുള്ള 10 ചാരോപഗ്രഹങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ ഇത്ര പെർഫെക്റ്റ് ആക്കിയത് എന്ന് ഈ കഴിഞ്ഞ ദിവസം ISRO മേധാവി പറയുകയുണ്ടായി. കഴിഞ്ഞ 10-15 വർഷങ്ങളിലായി വിക്ഷേപിച്ച ഈ ആകാശദൂതന്മാരും നമ്മുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കും കണ്ണ് ചിമ്മാതെ കാക്കുന്നത് കൊണ്ടാണ് കൂട്ടുകാരെ പാകിസ്ഥാനെ തകർത്ത് കളഞ്ഞ, ലോകത്തെ അമ്പരപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമായത്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ നാമൊക്കെ ഇന്ന് ഇപ്പോൾ സ്വസ്ഥമായി ഉറങ്ങുന്നതും. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.